Hello dears, welcome back to Thunder Kitchen Recipes. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കാൻ. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. നോമ്പ് തുറക്കാനും വളരെ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഫ്രൈങ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയിലോ ബട്ടറിലോ ചെയ്യാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഒരു എഗ്ഗ് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി തൂവി കൊടുക്കാം. ഒരു സൈഡ് കുക്കായി കഴിയുമ്പോഴേക്കും നമുക്കിത് മറിച്ചിടാം. മറ്റേ സൈഡും കുക്കായി കഴിയുമ്പോഴേക്കും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ബുൾസൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ 2 ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു സൈഡ് മാത്രം ടോസ്റ്റ് ചെയ്താൽ മതിയാവും. നല്ലപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ മുരിക്കണമെന്നുള്ളവർക്ക് കൂടുതൽ മുരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിൽ വെക്കാം. അത് മുരിഞ്ഞ ഭാഗം അടിയിൽ വരത്തക്ക വിധം വെക്കുക. ബ്രെഡിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ബട്ടറോ ജാമോ ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബുൾസൈ എടുത്ത് വയ്ക്കാം. ബുൾസൈ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർക്കുന്നത്. ക്യാരറ്റിനൊക്കെ വളരെ ഗുണങ്ങളുള്ളതാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ക്യാരറ്റ് കഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് അണിയൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് ക്യാപ്സിക്കം കൂടി വെച്ച് കൊടുക്കാം. വെജിറ്റബിളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കുക. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തത് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയാൻഡർ ലീവ്സും ചേർക്കാവുന്നതാണ്. മിൻറ്റ് ലീവ്സാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി വീണ്ടും തൂവി കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ലൈസ് ചീസും വേണമെങ്കിൽ വയ്ക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മറ്റേ സ്ലൈസ് എടുത്തിട്ട് കവർ ചെയ്യാം. ഇതുപോലെ ടോസ്റ്റ് ചെയ്ത ഭാഗം മുകളിൽ വരത്തക്ക വിധം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ എഗ്ഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്. നോമ്പ് കാലത്ത് നോമ്പ് തുറക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ ഹെൽത്തിയുമാണ്. വെജിറ്റബിൾസും എഗ്ഗൊക്കെ ചേർന്നേക്കണതുകൊണ്ട് പ്രോട്ടീനും മിനറൽസും ധാരാളം ഉണ്ട് ഇതിനകത്ത്. പിന്നെ കുറച്ചുകൂടി നമുക്ക് ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആകും. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ നല്ലതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുകയും ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.